സിനിമയുടെ പ്രിവ്യൂ ഷോക്ക് വയ്യാതിരിക്കുന്നു. ഓ ഇന്നലെ എനിക്ക് വയ്യായിരുന്നോണ്ട് വരാൻ പറ്റും. ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു. ആണോ? ഇവിടുത്തെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ടോണിയൻ കൈ എന്ന് പറഞ്ഞ ബ്രാൻഡിനെ നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ എന്താ പറയുക എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. അപ്പം അതിൽ ഒരു ഇനോഗ്രേറ്റ് ചെയ്യാൻ എനിക്കും സാധിച്ചതിൽ ഐ എം റിയലി ഹാപ്പി. അപ്പം ആ ടീമിന് ഞാൻ ഒരു ബെസ്റ്റ് വിഷസ് പറയാം. അപ്കമിങ് പ്രോജക്ട്സ് ഒക്കെ ഏതൊക്കെയാണ് വരുന്നത്? ഞാൻ ഇപ്പോൾ ഒരു പുതിയ പ്രോജക്റ്റ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഞാനിപ്പോൾ പറയുന്നില്ല. അതൊക്കെ ഞാൻ അതിൻ്റെ സമയമാകുമ്പോൾ ഞാൻ പറഞ്ഞോളാം. അപ്പം ഇപ്പം ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ നിലവിലെ ബിഗ് ബോസ് സീസൺ 6 ആരെങ്കിലും ഫേവറേറ്റ് മത്സരാർത്ഥികളുണ്ടോ? ഞാൻ അതിനിപ്പോൾ കണ്ടു തുടങ്ങിയിട്ടില്ല. ഇപ്പൊ കുറച്ച് ഓട്ടത്തിലായിരുന്നു. അറിയാവുന്ന ആരെങ്കിലും സുഹൃത്തുക്കളും? എനിക്ക് അറിയാവുന്ന ആളുകളൊക്കെ ഉണ്ട് അതില്. പക്ഷെ ഞാനിപ്പോൾ കണ്ടു തുടങ്ങിയിട്ടില്ല. ഇനിയിപ്പം സമയമൊക്കെ കിട്ടുമ്പോൾ ഇരുന്ന് ഞാൻ കാണണം. ഈ ബിഗ് ബോസ് സീസൺ 5 വിന്നർ എന്ന നിലയിൽ 4 വിന്നർ എന്ന നിലയിൽ ഈ ബിഗ് ബോസിൽ ലവ് സ്ട്രാറ്റജി കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? നമ്മൾ എന്താ പറയാ, ഓരോരുത്തരുടെ ഇഷ്ടമാണ് അവരുടെ ഗെയിം, അവരെങ്ങനെ കളിക്കണം എന്നുള്ളത്. അവർ ഇഷ്ടമുള്ള പോലെ അവർ കളിക്കട്ടെ. ഫൈനലി എന്താണ് ഓഡിയൻസ് ആണ് തീരുമാനിക്കുന്നത്, ആര് വിൻ ചെയ്യണം, അതൊക്കെ. അല്ല, ഇത് കൂടുതലൊരു മൈൻഡ് ഗെയിം ആണല്ലോ. അപ്പം മൈൻഡ് ഗെയിം ലൈക്ക് ഇപ്പം ബിഗ് ബോസ് ഹൗസിൽ പോയാൽ നമുക്കറിയാം, നമ്മളിപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്കിപ്പം എന്താ പറയാ, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അവിടെ നിന്ന് എന്താ പറയേണ്ടത്, മൈൻഡ് ഗെയിം എന്ന് പറഞ്ഞാൽ ലൈക്ക് നമ്മളിപ്പം അവിടെ നിൽക്കാൻ പറ്റാന്നുള്ളതാണ്, 100 days നിൽക്കാൻ പറ്റാന്നുള്ളതാണ് അറ്റ് ദി എൻഡ് അതുകൊണ്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പം അതെങ്ങനെ നിൽക്കണം എന്നൊക്കെ ഉള്ളത് ഇപ്പം ആളുകൾ നമ്മളെ തളർത്താൻ നോക്കും, ഇതൊക്കെ നമ്മൾ തരണം ചെയ്ത് വരാം. സെയിം സ്ട്രാറ്റജി എല്ലാവരും ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ? സീസൺ 6 ഞാൻ കണ്ടിട്ട് തുടങ്ങിയിട്ടില്ല, അതുകൊണ്ട് സെക്കൻഡ് സീസണെ കുറിച്ച് ആക്ച്വലി വളരെ മോശം അഭിപ്രായം ഇങ്ങനെ സ്പ്രെഡ് ആവുന്നുണ്ട്. അതിനെ കുറിച്ച് വല്ല സംസാരിച്ചായിരുന്നു? ഇല്ല, എൻ്റെ അടുത്ത് ഇതുവരെ അതിനെ കുറിച്ച് ആരൊന്നും സംസാരിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഇപ്പം ഏതിനാണെങ്കിലും ഇപ്പൊ ഫസ്റ്റ് ഇപ്പൊ മോശമായിട്ട് വരും, പിന്നെ അവർക്കത് ഇഷ്ടമായിട്ട് വരും, അങ്ങനെയൊക്കെ സംഭവിക്കാം. ഒരു ക്വസ്റ്റ്യൻ ആണ്, ഈ ടോക്സിസിറ്റി ഒരു ഇമ്പോർട്ടന്റ് ഘടകമാണോ അതില് ബിഗ് ബോസിൽ? ബിഗ് ബോസിൽ മാത്രമല്ലല്ലോ, എല്ലായിടത്തും ഇപ്പം ഈ ടോക്സിക് ആയിട്ടുള്ള സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അല്ല, അവർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടുന്നു, അതുകൊണ്ട് ചോദിച്ചതാണ്. ഇമ്പോർട്ടൻസ് ടോക്സിക് ആയിട്ടുള്ളവർക്ക് കൂടുതൽ ശ്രദ്ധ കിട്ടുന്നുണ്ട് ബിഗ് ബോസിൽ. അതിനെക്കുറിച്ച് എനിക്ക് ഇഷ്ടം, ആരെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത്. ഞാൻ എന്തായാലും സപ്പോർട്ട് ചെയ്യുന്നില്ല ടോക്സിസിറ്റി. സ്റ്റാഫ് വിളിച്ചു.